ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അൻസിയ. അപ്പോൾ ഇന്ന് ഞങ്ങൾ കഴിഞ്ഞ ദിവസം കോട്ടിപ്പോയിട്ട് എനിക്ക് കുറച്ച് സാധനം വാങ്ങിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വേറെ അമ്മു ചേച്ചിയായിട്ട് ഞാൻ ഇറങ്ങിയേക്കാണ്. അപ്പോൾ അമ്മു ചേച്ചിക്ക് ബോഡി ലോഷൻ വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഡിമാർട്ടിൽ കയറി. അപ്പോൾ അതിന് മുമ്പ് ഞങ്ങൾ വേറെ ഷോപ്പിൽ കയറിയായിരുന്നു കേട്ടോ. പക്ഷേ അവിടെ നല്ല വിലയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഡിമാർട്ടിൽ വന്നിട്ടുണ്ട്. അവിടെയും ഏകദേശം നല്ല റേറ്റൊക്കെ ഉണ്ട് ബോഡി ലോഷൻ. അങ്ങനെ ഞങ്ങൾ ഒരു ലോഷനൊക്കെ എടുത്തു. അപ്പോൾ ഒരു ലോഷൻ എടുക്കാൻ അവിടെ മൊത്തം ഞങ്ങൾ തപ്പി ഉള്ള സാധനങ്ങളൊക്കെ നോക്കി എല്ലാം എടുക്കും. അപ്പം ഞാൻ ഈ ക്രീം മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ബസ്സിലെ നല്ല ക്രീമായിരുന്നു. അപ്പം ഇൻഷാ അല്ലാഹ് എനിക്കത് വാങ്ങിക്കണം. അപ്പം ഞാൻ ആ ക്രീം അവിടെ കണ്ടപ്പോൾ ഞാൻ എടുത്ത് നോക്കിയതാണ് കേട്ടോ. അങ്ങനെ ഞാൻ കുറേ സാധനങ്ങൾ കണ്ടു കേട്ടോ. ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന പ്രൊഡക്ട്സ് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞാൻ നേരത്തെ യൂസ് ചെയ്തിരുന്ന സൺസ്ക്രീം, VLCCയുടെ സൺസ്ക്രീം, സൺബാൻഡ് സൺസ്ക്രീം ഒക്കെ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം ഞാൻ ശരിക്കും ഡിമാർട്ടിൽ വന്നിട്ട് കോസ്മെറ്റിക് സൈഡിൽ അങ്ങനെ കയറിയിട്ടില്ല. ഞാൻ കൂടുതലും എനിക്ക് തോന്നുന്നു ഡിമാർട്ടിൽ നിന്ന് ഞാനങ്ങനെ സ്നാക്സ് ഐറ്റംസ് മാത്രമേ പർച്ചേസ് ചെയ്തിട്ടുള്ളൂ. അല്ലാണ്ട് വേറെ സാധനങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല. അതുകൊണ്ട് ഈ ഏരിയയിലോട്ടൊന്നും ഞാനങ്ങനെ വന്നിട്ടില്ല. പിന്നെ പ്ലേറ്റ്, ടോയ്സ് അങ്ങനെയുള്ള ആ ഒരു സെക്ഷനിലാണ് ഞാൻ കിടന്ന് കറങ്ങാറ് മൊത്തം. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ ശരിക്കും ഇവിടെയൊക്കെ വന്ന് നോക്കുന്നത്. അങ്ങനെ ഒരു ബോഡി ലോഷൻ എടുത്തിട്ടുണ്ട്. നിവിയയുടെ ഒരു ബോഡി ലോഷൻ എടുത്തു. അങ്ങനെ അവിടുന്ന് ചുമ്മാ എടുക്കാനല്ലെങ്കിലും ചെരുപ്പിൻ്റെ സെക്ഷനിലൊക്കെ വന്ന് ചെരുപ്പൊക്കെ നോക്കി. കുറേ നല്ല നല്ല ചെരുപ്പുകളുണ്ട് കേട്ടോ. നല്ല കളക്ഷൻസ് ഉണ്ട്. പക്ഷേ ഞങ്ങൾ ചെരുപ്പൊക്കെ കോട്ടിയതാണ് വാങ്ങിക്കുന്നത്. പിന്നെ ഞങ്ങൾ വെളിയിലിറങ്ങിയപ്പോൾ ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചു. പനിയായിട്ടാണ് കേട്ടോ ഐസ്ക്രീം വാങ്ങിച്ച് കഴിക്കുന്നത്. അറിയേണ്ട അത് ഞങ്ങൾ നേരെ കോട്ടിയിൽ നടന്ന് പോയി. ഇതൊക്കെ 10 രൂപ കേട്ടോ. ഈ ക്ലിപ്പൊക്കെ നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ എടുത്തിട്ടൊന്നുമില്ല. കാരണം ഈ ക്ലിപ്പൊന്നും വെച്ചാൽ കുത്തൂല്ല. അത് വേറെ കാര്യം. നമ്മൾ മറ്റേ മുടി മൊത്തം വെച്ച് പുട്ടപ്പ് കിട്ടുമല്ലോ. അപ്പം എന്തായാലും ഇത്തരം ക്ലിപ്സൊക്കെ യൂസ് ചെയ്യും. പുറത്ത് പോകും അധികം അങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഞാൻ വെച്ചാൽ നാട്ടിൽ പോകുന്ന സമയത്ത് അങ്ങനെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ അതൊന്നും എടുത്തിട്ടുണ്ട്. നമ്മളെപ്പോൾ പോലും ഇതേ സെയിം ക്ലിപ്പ് ഇതേ സാധനങ്ങളൊക്കെ അവിടെ കാണും കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ 10 രൂപയാണ്. അപ്പോൾ ഞാൻ ഇഷ്ടപ്പെട്ട കളേഴ്സൊക്കെ എടുത്തിട്ട് ഞാനിങ്ങനെ ഫോട്ടോ എടുത്തതാണ് തമ്പനെയിൽ ഇടാൻ വേണ്ടി. അങ്ങനെ കുറച്ച് സാധനം വാങ്ങിച്ചു. പിന്നെ ഞാനൊരു ഊതുന്ന സാധനം വാങ്ങിച്ചു കേട്ടോ. പിന്നെ ഞാവൽപ്പഴം വാങ്ങിച്ചായിരുന്നു. ഇത്രേ ഉള്ളൂ. അപ്പോൾ കാലൊക്കെ നല്ല പിഗ്മെൻ്റ് അടിച്ചിട്ടിരിക്കുകയാണ്. എന്നാലും ഞാൻ നല്ല നെയിൽ പോളിഷ് ഇട്ടു വന്നിട്ട് അവിടുന്ന് കോട്ടിയിൽ നിന്ന് വാങ്ങിച്ച നെയിൽ പോളിഷ് ഇട്ടിട്ടുണ്ട്. എനിക്ക് സത്യത്തിൽ നെയിൽ പോളിഷ് ഇടാനറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെയൊക്കെ കണ്ടുവിട്ട് വെച്ചിട്ടത്. കാലാണെങ്കിൽ ഇവിടെ ഇങ്ങനെ തഴമ്പ് വരില്ല, അങ്ങനെ വന്നിട്ട് പൊട്ടുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ. നേരിട്ട് കാണുന്ന അത്ര ഭംഗി ക്യാമറയിലില്ലാലോ. അപ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ പോയി കാലൊക്കെ നല്ല സെറ്റപ്പ് ആക്കട്ടെ. സാധാരണ സെറ്റപ്പ് ആക്കിയിട്ടാണ് കേട്ടോ വന്നിരുന്നത്. എനിക്ക് എന്ത് പറ്റിയെന്നുള്ള ഞാനെല്ലാം ഇട്ടിട്ട് പോയി ഇടാൻ സെറ്റാക്കാന്ന് വെച്ചു. ഞാൻ ഇനിയിപ്പോൾ എനിക്ക് തുണി അലക്കാനുണ്ട്. മൂടുണ്ടെങ്കിൽ അലക്കും, അല്ലെങ്കിൽ നാളെ അലക്കും. അപ്പോൾ ഗൈസ്, ഞാൻ എന്തായാലും ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പിയാണ്. ഞാൻ ഞാവൽപ്പഴം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാവൽപ്പഴം. ഞാൻ ഉമ്മയൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ പറയും ഞാവൽപ്പഴം നാക്കിൽ കളറാണ്. അപ്പം നമ്മുടെ അവിടെ കായംകുളത്തൊന്നും അങ്ങനെ ഞാവൽപ്പഴമൊന്നും ഞാൻ കണ്ടിട്ടൊന്നുമില്ല. ഞാവൽപ്പഴം ആണോ എന്നറിയത്തില്ല. അതുപോലത്തെ ഒരു സാധനം ഇങ്ങനെ റോഡിലൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ വിഷമാണെന്നൊക്കെ പറഞ്ഞ് അത് വിഷമാണോ എന്ന് എനിക്കറിയത്തില്ല. സംഭവം അതെന്തോന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞാവൽപ്പഴം പോലെയൊക്കെ ഇരിക്കും. അപ്പം അതുകൊണ്ട് ഞാൻ ഞാവൽപ്പഴം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മുടെ അവിടെ ഇങ്ങനെ മാർക്കറ്റിലും ഞാൻ കണ്ടിട്ടില്ല ഞാവൽപ്പഴം. അപ്പം ഞാൻ ഇവിടെ വന്നു. ഇവിടെ ഞാനിങ്ങനെ അടുത്തൊക്കെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം എനിക്ക് അടുത്തിടയ്ക്കാണ് അറിഞ്ഞത് ആ ഇരിക്കുന്ന സംഭവമാണ് ഞാവൽപ്പഴം എന്ന്. പിന്നെ ഞാൻ ഇടയ്ക്ക് ഞങ്ങൾ ഹോസ്പിറ്റൽ ഡ്യൂട്ടിക്ക് പോയ സമയത്ത് ഡോക്ടർ കൊണ്ടുവന്നപ്പോഴും അങ്ങനെ എന്തോ ഞാൻ കഴിച്ചായിരുന്നു. അപ്പം കുഴപ്പമില്ല, വലിയ പ്രതീക്ഷിച്ച ടേസ്റ്റൊന്നുമില്ല. എന്നാലും നമുക്കങ്ങനെ ടേസ്റ്റ് അറിയാൻ പറ്റത്തിനൊന്നും കഴിച്ചിട്ടൊന്നുമില്ലായിരുന്നു. അപ്പം ഞാൻ ഇന്ന് പുറത്ത് പോയപ്പോൾ ഞാൻ വാങ്ങി. ഉദ്ദേശിച്ചത്ര ടേസ്റ്റൊന്നുമില്ല, ചെറിയൊരു ചവർപ്പുണ്ടായിരുന്നു കേട്ടോ. അത് ഇതിൻ്റെ ആണോ എന്ന് എനിക്കറിയത്തില്ല. അപ്പം ഇവിടെ ചേച്ചി പറഞ്ഞു അത് അവരുടെ വീട്ടിലൊക്കെ നിൽക്കുന്നത് നല്ല മധുരമാണ്. പക്ഷേ ഇതിന് ചെറിയൊരു ചവർപ്പുണ്ടായിരുന്നു. ഓക്കേ, ബൈ ബൈ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടില്ല ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തടത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഓളം ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.